കൂടുതൽ ക്യാൻസർ ഉണ്ടാവുന്നത് നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ ഇവിടം തൊട്ട് നമ്മുടെ വയറ് സംബന്ധിച്ചിട്ടാ. നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് നമ്മൾ പല്ല് തേച്ചോണ്ട് നിൽക്കുമ്പോഴാ നമ്മുടെ ചേട്ടൻ വിളിക്കുന്നത്. നമ്മൾ എന്തോന്ന് വിളി കേൾക്കുമ്പോഴേ കുറച്ച് വിഴുങ്ങും ഇല്ലേ? അതുപോലെ തന്നെ മക്കള് എന്തും വേണ്ടി കഴിക്കുന്ന ഇതൊക്കെ ഉള്ളിൽ ചെന്ന ക്യാൻസർ ഉണ്ടാവും. അതിനകത്ത് സോഡിയം അത്രത്തോളം ഉണ്ടെന്ന്. ഞാനിപ്പോ പറഞ്ഞു, ഇപ്പൊ അത് പറഞ്ഞിട്ട് പല്ല് തേക്കാതിരിക്കുവാണോ ആൾക്കാരെന്ന് കളിയാക്കി ചോദിച്ചപ്പോഴേ ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു കുഞ്ഞറിവുണ്ട്. മോടെ കൈ ഒരു എക്സ്റേ എടുത്തിട്ടേ ഒരു ഇത്തിരി കോൾഗറ്റോ ക്ലോസപ്പോ എന്തേലും വെച്ചിട്ട് പയ്യൊന്ന് ഒരസ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഈ പേസ്റ്റും കൂടെ വെച്ചിട്ടൊന്ന് ഒരസ്. ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ആ എക്സ്റേ ഡാമേജ് ആക്കുന്നത് ആ പേസ്റ്റ് ആയിരിക്കും മോളെ ഏറ്റവും കൂടുതൽ കെമിക്കൽ അടങ്ങിയെന്ന്. ഞാൻ ടീച്ചർ ആ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അവിടെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ റിസൾട്ട് ആട്ടോ ഫിജിക്കാർട്ടിന്റെ പേസ്റ്റ് എന്നുള്ള. അങ്ങനെ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും എനിക്ക് പഠിക്കണമെന്ന് തോന്നി. ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണമെന്ന് തോന്നി ഈ ബിസിനസ്സിലേക്ക് വന്നപ്പോ. കുറച്ച് പേസ്റ്റും സോപ്പും മാത്രമാണ് ഞാൻ വാങ്ങിയത്. ഏകദേശം ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊന്നും നോക്കിയില്ല. ഈ പേസ്റ്റും സോപ്പും മാത്രം വാങ്ങിയേ. ഇനി എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം 30,000 രൂപ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ബിസിനസ്സാണ് എനിക്ക് കിട്ടിയത്. എന്റെ മകളുടെ അടുത്ത് മകള് പറയും, അമ്മ എനിക്ക് നേഴ്സ് ആവണോന്ന് പറയും. നേഴ്സിങ്ങിന് BSc വിടണമെങ്കിലേ 11 ലക്ഷം രൂപ വേണം. ഒരു എഞ്ചിനീയർ ആക്കണമെങ്കിലേ ലക്ഷങ്ങൾ വേണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഒരു സമയത്ത് ഒരു പെട്ടിക്കട ഇടണമെങ്കിലേ കുറഞ്ഞ 1 ലക്ഷം രൂപ വേണം. ആ ഒരു സമയത്താ കുഞ്ഞൊരു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, നല്ലൊരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല. ഈ ബിസിനസ് കയ്യിൽ കിട്ടി. ഈ ബിസിനസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടേ ടെൻഷൻ. ഇതൊരു റെഫറൽ മാർക്കറ്റിംഗാ, ഇതാരോട് പറയുമെന്ന്. എന്നിട്ട് എന്റെ മനസ്സ്, ഈശ്വര പണ്ടിൽ ആളെ പിടിക്കുന്ന ബിസിനസ് വന്നിട്ടുണ്ട്, ഇനി അങ്ങനെ വല്ലതും ആണോ ഇതെന്നുള്ള ചിന്ത. കാരണം എന്താ, ആ 10ാം ക്ലാസ്സുകാരിയുടെ ആ മനസ്സിൽ കടന്ന് ഉരുളുന്ന നമുക്കും ഉണ്ട് ആ ചിന്ത. ആ ഒരു ചിന്ത എനിക്ക്. എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ആരോട് പറയും, എങ്ങനെ പറയും എന്ന് ചിന്തിച്ചിരുന്നപ്പം ഞാൻ ചിന്തിച്ച ഒരു കാര്യം കൂടി ഉണ്ട്. ഞാനൊരു തയ്യക്കട നടത്തിയിരുന്നു. ഏറ്റവും നന്നായിട്ട് തയ്ച്ചു കൊടുക്കുകയും ഏറ്റവും നല്ല ഡിസൈൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ട് ആൾക്കാരെ ഞാൻ ക്യാൻവാസ് ചെയ്തിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഷോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റിച്ചിങ് ഉണ്ടായേ. ഏതൊരു മേഖല എടുക്കട്ടെ, ഒരു ടീച്ചർ ആയിക്കോട്ടെ, 10 കുട്ടികൾ വരുമ്പോഴാണല്ലോ നമുക്ക് എന്തുണ്ടാവുന്നത്, ആ സ്കൂളിന്റെ നിലവാരം ഉയരുന്നത് അല്ലേ? ഒരു ഹോസ്പിറ്റൽ എടുക്കട്ടെ, 10 രോഗികൾ കൂടുതൽ കയറുമ്പോഴാ ആ ഹോസ്പിറ്റലിന്റെ ഡെവലപ്പ് കൂടുന്നത്. ഇതുപോലെ തന്നെ ഞാനും ആലോചിച്ചു, എന്റെ ബിസിനസ്സിലേക്ക് എനിക്ക് കുറച്ച് പേരെ വേണം. മാത്രമല്ല അത് എന്നെ പോലെ ഒരു വരുമാനവും ഇല്ലാതെ, ഒരു നല്ല ആഹാരം മേടിച്ചു കൊടുക്കാനില്ലാതെ, ഒരു നല്ല വസ്ത്രം ധരിക്കാനില്ലാതെ എത്രയോ ആൾക്കാരുണ്ട്. എന്നെ പോലെ കുറെ പേർക്ക് ഈ ഒരു അവസരം കൊടുക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മുടെ ബോച്ചയ്ക്ക് ഒരു ലുലു മാൾ പോലത്തെ ഒരു ഷോപ്പ് പണിയാം, ഒരു 3000 പേർക്ക് വരുമാനം കൊടുക്കാം. പക്ഷെ ആ 3000 പേര് മാത്രമേ വരുമാനം കൊടുക്കാൻ പറ്റൂ. ഇവിടെ അങ്ങനെയല്ല. ഏകദേശം 15 ലക്ഷം ആൾക്കാർക്ക് ഇവിടെ ബോച്ചയ്ക്ക് വരുമാനം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ വാങ്ങുന്ന ഒരു രൂപ വരുമാനം ഉണ്ടെങ്കിൽ പോലും അത് 3 കുടുംബങ്ങളിലേക്കൂടെ കൊടുത്തിട്ട് എനിക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറയുമായിരുന്നു കേട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് വെച്ചാൽ കടബാധ്യത ഇല്ലാതെ ഒരു ദിവസം കിടന്നുറങ്ങണം. ആ കിടന്നുറങ്ങുന്ന ആഗ്രഹം അതാണ്. രണ്ടാമത്തെ ആഗ്രഹമുണ്ട്, ഒരു 6 അടി മണ്ണ് എനിക്ക് വേണം. അഥവാ ഞാൻ വീണു പോയാൽ എന്നെ അടക്കം ചെയ്യുമ്പം ആ മണ്ണിൽ അടക്കം ചെയ്യുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ എന്റെ മക്കൾക്ക് വന്ന് അവിടെ ഒരു തിരി കത്തിക്കാൻ വേണ്ടി ഒരു 6 അടി മണ്ണ് വേണമെന്ന് പറയുണ്ടായിരുന്നു. അതെങ്ങനെ ഒപ്പിക്കുമെന്ന് അറിയില്ല. മാസം 21,000 രൂപ എന്റെ ട്രീറ്റ്മെന്റിന് വേണം. 3,000 രൂപ വാടക കൊടുക്കാനില്ലാതെ ഇവിടെ കിടന്ന് ചാവാതെ ഈ പിള്ളാരെയും പിടിച്ചോണ്ട് ഇറങ്ങുന്ന വാടകക്കാരൻ പറയുന്ന ദിവസങ്ങള് സത്യത്തിൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാട്ടോ ഒരു അവിടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു 6 അടി മണ്ണ്. എനിക്കൊരു കുഞ്ഞു വീട്. എന്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും പറ്റി ഇന്നും ചികിത്സിക്കുന്ന വ്യക്തിയാ, ഇന്നും ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന വ്യക്തിയാ ഞാൻ. ആ സമയത്ത് എനിക്ക് എന്തേലും പറ്റിയ ഒരു കുഞ്ഞു വീട്ടിൽ എന്നെ കൊണ്ട് കിടത്തണം. എന്റേതായിട്ടുള്ള എന്റെ വീട്ടിൽ കൊണ്ട് കിടത്തണം. എന്നെ അറിയാവുന്ന ഒരു അവിടെ കാണാൻ വരണം. ഇതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു.
ഇനി ഞാൻ എന്ത് ജോലി ചെയ്താലും എന്റെ അമ്മ കശുവണ്ടി ഓഫീസിൽ പോവാ. എനിക്ക് അറിവ് വെച്ച കാലം തൊട്ട് ഞാൻ കാണുന്നുണ്ട് എന്റെ അമ്മ കഷ്ടപ്പെടുന്നേ. എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. സഹോദരങ്ങളില്ല, ഉണ്ടായിരുന്ന ഹസ്ബൻഡ് പുള്ളിയും പോയി. ആ നിൽക്കുന്ന സമയത്ത് ഒരാളും ഇല്ല. 2 പെൺകുഞ്ഞുങ്ങളുമായിട്ട് ഒരു രോഗവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കിയിരിക്കുമ്പോഴാ ഫിജി കാർഡ് കിട്ടിയത്. ഇവിടെ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ 2ാമത്തെ ദിവസം എന്റെ അക്കൗണ്ടിലേക്ക് വന്ന 3762 രൂപ എന്നെ പോസിറ്റീവ് ആക്കി. 7 മാസം കൊണ്ട് 3000 രൂപ വെച്ച് ഒരു മാസം വാടക കൊടുക്കാനില്ലാതിരുന്ന എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോ വന്ന വരുമാനമാ. സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്തെടുക്കാൻ തുടങ്ങി കേട്ടോ. ഇന്ന് 4 വർഷമായി നമ്മുടെ ഷീന മേഡം പറഞ്ഞതിന്റെ കൂടി ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഫുൾ ടൈമർ ആയിട്ട് ഇറങ്ങിയിട്ട് 4 വർഷമായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇന്ന് നിങ്ങൾ കേട്ട ഈ ഒരു ബിസിനസിന്റെ 13 റാങ്ക് ഉള്ളതിൽ 10ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. 11ാമത്തെ റാങ്കിലേക്ക് ഓടുക. ഇന്ന് എന്റെ സ്വപ്നങ്ങളെ ചെറുതല്ല. സ്വപ്നങ്ങൾ ചെറുതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ ഒരുപാട് സന്തോഷം. എനിക്ക് കൊണ്ടുതരാൻ അച്ഛനില്ല, ആങ്ങളില്ല, ഹസ്ബൻഡ് ഇല്ല, ആരുമില്ല. ആകെ കശുവണ്ടി ഓഫീസിൽ പോകുന്ന അമ്മയാ. ഇവിടുന്ന് ഫിജി കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ ഇന്ന് നേടിയടേ 6 അടി മണ്ണ് മോഹിച്ചിട്ടേ 6 സെന്റ് വസ്തു ഞാൻ വാങ്ങി. ഇവിടെ പൊന്ന് വില കൊടുത്ത് അതെന്റെ ഫിജി കാർഡിൽ നിന്ന് ഞാൻ നേടിയതാ. ഒരുപാട് കുടുംബങ്ങൾക്ക് വരുമാനം കൊടുത്തിട്ട് ഞാൻ നേടിയതാ. ഇന്നൊരു കുഞ്ഞു വീട് ഞാൻ വെക്കുന്നുണ്ട്. അതിന്റെ വാർപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ ഫെബ്രുവരി മാസം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള എന്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അവിടെ താമസിക്കാൻ പോവാ. അവിടെ ഉറങ്ങുന്ന ആദ്യത്തെ ദിവസം ഞാൻ ഈ ലോകം കീഴടക്കിയ പോലെ. കാരണം എന്താന്ന് വെച്ചാ വാടക കൊടുക്കാനില്ലാതെ അത്രമാത്രം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട ദിവസങ്ങളുണ്ട്. ഇതിലൊക്കെ വലിയൊരു സന്തോഷമുണ്ട് എന്റെ ജീവിതത്തിൽ. ഞാൻ എറണാകുളം അമൃത ഹോസ്പിറ്റലാ ട്രീറ്റ്മെന്റ് നടത്തിയത്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് അവിടുന്ന് ട്രെയിനാട്ടോ വരുന്നേ. അവിടുന്ന് ട്രെയിന് വരുന്ന സമയത്ത് എന്റെ വീട്ടില് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം 6 കിലോമീറ്ററോളം ഉണ്ട്. ഈ 6 കിലോമീറ്റർ രാത്രി വണ്ടിയില്ല നമ്മുടെ നാട്ടിലേക്ക്, ഓട്ടോ വിളിച്ചു പോകണം. അപ്പൊ രാത്രി എങ്ങനെ പോയാലും 11 മണിയാവും നമ്മളെ നാട്ടില് ഇവിടെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. ആ സമയത്ത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പേഴ്സ് നോക്കുന്ന കണ്ടിട്ടുണ്ട്, കൂടെ വരുന്ന വല്യമ്മ പേഴ്സ് നോക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ അന്നേരം പറയും ഓട്ടോ വിളിക്കാൻ വേണ്ടി അവര് നോക്കുന്നേ. ഞാൻ അന്നേരം അമ്മയോട് പറയും കുഴപ്പമില്ല അമ്മേ, ഡോക്ടർ പറഞ്ഞ് നടക്കണമെന്ന്. പക്ഷെ ഡോക്ടർ പറഞ്ഞേ നിങ്ങൾ 20 മിനിറ്റ് പോലും നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിൽക്കരുതെന്നാ. വേദന കടിച്ചിട്ട് കൈ കടിച്ചു പിടിച്ചിട്ട് അമ്മയെ മുന്നേ നടത്തിയിട്ട് അമ്മയുടെ പുറകിൽ ഞാൻ നടക്കും കടിച്ചു പിടിച്ചിട്ട്. കണ്ണീര് ഇങ്ങനെ വരാതിരിക്കാൻ കണ്ണ് അമർത്തി പിടിക്കും. മൂക്കിങ്ങനെ നോക്കുമ്പോ അമ്മ ചോദിക്കും മോളെ എന്താ ജലദോഷമാണോന്ന്. ഞാൻ പറയും ജലദോഷം അമ്മേന്ന്. വേദന സഹിച്ച് കടിച്ചു പിടിച്ച് കരഞ്ഞുകൊണ്ട് കടന്ന ദിവസങ്ങളുണ്ട്. ഒരു ഓട്ടോക്കൂലി കൊടുക്കാനില്ലാത്ത സമയത്തായിരുന്നു. ആ 4 വർഷം ഈ 4 വർഷം പിന്നിട്ടപ്പോഴേ ഈ നവംബർ മാസം 10ാം തീയതി 14 ലക്ഷം രൂപയുടെ പഞ്ചിന്റെ ഒരു ഇലക്ട്രിക് വണ്ടി ഞാൻ സ്വന്തമാക്കി ഫിജി കാർഡിൽ നിന്ന്. അതെന്തിനാണെന്ന് അറിയാവോ? എന്റെ ആഗ്രഹമാ. എന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേദന തിന്നെടുത്തുനിന്ന് കയ്യിൽ കിട്ടിയ അവസരമാ. എനിക്ക് 35 വർഷം കൊണ്ട് എന്റെ അമ്മയെ ഞാൻ കാണുന്നുണ്ട്, ജോലി ചെയ്യുന്ന ഞാൻ കാണുന്നുണ്ട്. എന്റെ അമ്മയ്ക്ക് ഇന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് വെറും 4 വർഷം കൊണ്ട് എന്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു തന്ന ബിസിനസ് അവസരമാണ് നിങ്ങളിപ്പോ കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഏത് സുഹൃത്താവട്ടെ, ഏത് ബന്ധുവാവട്ടെ, നിങ്ങൾ ഈ ഒരു അവസരത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ദൈവം നമുക്ക് എപ്പോഴും ഒരു വഴി പറഞ്ഞു തരില്ല, എപ്പോഴും ഒരു കച്ചിത്തുരുമ്പ് തരില്ല. നമ്മുടെ പ്രയാസങ്ങൾ കേട്ടിട്ട്, നമ്മുടെ സങ്കടങ്ങൾ കേട്ടിട്ട് ദൈവം ഒരു വഴി തരും. അതിനെ മുറുകെ പിടിച്ചോളുക. ഞാന് ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുന്ന സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഇതിനകത്ത് നേടിയ ആൾക്കാരാ. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള എന്താ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന, എന്റെ സ്വന്തം നാട്ടിൽ ഓട്ടോ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന വ്യക്തിയൊക്കെ ഞാൻ കണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കണ്ട സമയത്ത് എനിക്കും എന്റെ സ്വപ്നങ്ങൾ നേടാൻ പറ്റും. 100,000 പേര് ഇതങ്ങനല്ലേ ഇതങ്ങനല്ലേ ഇതിങ്ങനല്ലേ എന്ന് തോന്നിക്കുമ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ ഒറ്റ കാര്യമുള്ളൂ, മിസ്റ്റർ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് അല്ലേ. ഇന്ന് നമുക്കറിയാം എന്റെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് 18 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 25 പവന്റെ പൊന്ന് തന്നു, ഗോൾഡ് തന്നു എന്റെ അമ്മ. ഇന്ന് സാധാരണഗതിയിൽ സാധാരണപ്പെട്ട നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. 25 പവന്റെ സ്വർണ്ണം എടുക്കണേ 25 ലക്ഷം രൂപ വേണം. ഒരുപക്ഷെ വളർന്നു വരുന്ന പെമ്മക്കളുടെ അമ്മമാരോ അച്ഛന്മാരോ ആവും നിങ്ങൾ ഓരോരുത്തരും. നമ്മളെ കൊണ്ട് പറ്റുമോ? അവിടെയും ഒരു വഴി വന്നിട്ടുണ്ട്. ഫിജി കാർഡിനെ EMI ഗോൾഡ് എടുത്തോണ്ട് നിങ്ങൾക്ക് ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ കിട്ടും ഈ ഒരു അവസരം?
എന്ത് പാവപ്പെട്ടവനെ പണക്കാരനാക്കുക, അവന്റെ സാമ്പത്തികം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇന്ന് മുന്നോട്ട് പോകുന്ന 1000 പേർക്ക് ഡെയിലി വരുമാനം കൊടുക്കുന്ന ഇന്ന് അങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക്, അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള, ഇന്ന് ഈ ബിസിനസ് അവസരം കേൾക്കാൻ വന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങളെ ക്ഷണിച്ച സുഹൃത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ക്ഷണിച്ച ബന്ധുവിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സന്തോഷമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കൊച്ചുനാളില് എന്റെ ഓർമ്മ വെച്ചപ്പം എന്റെ ടൂറ് പോകും കേട്ടോ. ടൂറ് പോകുന്നത് വേളാങ്കണ്ണി, ഗുരുവായൂര്, പളനി, ഇതൊക്കെയാ എന്റെ വീട്ടിലെ എന്റെ അമ്മയുടെയും ഞങ്ങളും ഒക്കെ ഒന്നിച്ചുള്ള ടൂറ്. അല്ലാതെ ഒരു സ്ഥലത്തും പോയിട്ടില്ല, ഒരു സ്ഥലങ്ങളിലും പോയിട്ടില്ല. ഇതൊക്കെയായിരുന്നു ടൂറ്. ഇന്ന് ഫിജി കാറ്റി വന്നപ്പം ഞാൻ നോക്കുന്നത് ഇതാണ്ട് മലേഷ്യൻ ട്രിപ്പ്. മലേഷ്യയിലേക്ക് പോകാം. മലേഷ്യയിലേക്ക് സത്യം പറഞ്ഞാൽ എന്റെ യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലേഷ്യയിലെ കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സെർച്ച് ചെയ്ത് കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകാം, അതും ഇങ്ങനെ പൊങ്ങി പറക്കാം. എന്റെയൊക്കെ ജീവിതത്തില് ഞാൻ സ്വപ്നം കാണാൻ പറ്റുമോ? ഈ ഇട്ടാവട്ടത്ത് കടന്ന് കറങ്ങുന്ന നമുക്കൊക്കെ ഒന്ന് ആലോചിച്ച്, അത് ഫ്രീ ആയിട്ട് പോകാം. പാസ്പോർട്ട് മാത്രം നിങ്ങൾ തന്നാ മതി. നിങ്ങൾക്ക് അവിടെ ചെലവഴിക്കാനുള്ള പൈസയും കൂടി ഇവിടെ നിങ്ങൾ ഞങ്ങളോടൊപ്പം വാ. നമുക്ക് വെറും 600 നമ്മുടെ ഷിജി മേഡം പറഞ്ഞതിന്റെ കൂട്ട് റൈറ്റില് നിങ്ങളുടെ റൈറ്റ് ഫ്രാഞ്ചൈസിയിൽ ഒരു 600, നിങ്ങളുടെ ലെഫ്റ്റ് ഫ്രാഞ്ചൈസിയിൽ ഒരു 600, ആ 600 സെയിൽസ് വോളിയം ഏകദേശം 12,000 രൂപയോളം നിങ്ങളുടെ കയ്യിൽ വരും. അതങ്ങോട്ട് നിങ്ങൾക്ക് പോകാനുള്ള ആ ഒരു ചെലവും ഇവിടെ ബാക്കിയുള്ളതെല്ലാം നമ്മളാ അടിച്ച് പൊളിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കേ, കുട്ടിക്കാലത്ത് ടൂറ് പോലും പോകാൻ പറ്റാത്തവരാ നമ്മളൊക്കെ. ആ ഒരു സമയത്താ മലേഷ്യയിലേക്ക് പോകുന്നത്. ഈ ഒരു 600 പോയിന്റ് എന്ന് പറയുമ്പോ കുറെ പേർക്ക് വരുമാനം കൊടുക്കാം, കുറെ പേർക്ക് ജോലി കൊടുക്കാം നമുക്ക് ഫിജി കാർഡിലേക്ക്. ഇങ്ങനെ നമുക്ക് ഒന്നിച്ചു പോകാം. ഇനി ഞാൻ ഭയങ്കര ത്രില്ലിങ്ങാ, ഭയങ്കര ഇതാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലേക്ക് പോകുന്ന ആ ഒരു ഇതാണ് ഇന്ന് കേരളം വിട്ട് പുറത്തോട്ട് പോയിട്ടില്ലാത്ത നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയേക്കുന്ന ഏറ്റവും വലിയൊരു അവസരവും കൂടി കേട്ടോ ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനി. സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ മുറിവേറ്റ വേദനകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, ഇതാണ് നിങ്ങളുടെ സമയം, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. ഇവിടെ പ്രായപരിധിയില്ല. 18 വയസ്സ് തികഞ്ഞ ആർക്ക് വേണമെങ്കിലും ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. എന്തായാലും ഒന്നുകൂടെ ഞാൻ പറയാണ്, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ സംശയം തോന്നിയേക്കാം. നിങ്ങളെ ബിസിനസ്സിലേക്ക്, ഈ ബിസിനസ് കേൾക്കാൻ കൊണ്ടുവന്ന വ്യക്തിയുമായി തന്നെ നിങ്ങൾ കണക്ട് ചെയ്യൂ. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് തീർത്തു തരും. ഈ ബിസിനസ്സിലേക്ക് വളരെ വ്യക്തമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിജി മേഡം വളരെ വ്യക്തമായി ക്ലിയർ ആയിട്ട് തന്നെ ആ ഒരു ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഒരു കാര്യം പോലും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും 1 2 1 2 എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. വളരെ ഒരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പ്രസന്റേഷൻ ഇന്ന് ആ മാമിനോടൊപ്പം തന്നെ ഈ ഒരു വേദി, ഈ ഒരു പ്ലാറ്റ്ഫോം പങ്കിടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാമിന് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യഘട്ടം തൊട്ട് തന്നെ വളരെ കൂളായിട്ട്, വളരെ നന്നായിട്ട് ഏതൊരു പ്രോഗ്രാമും വിജയിക്കണമെങ്കിൽ അതിന്റെ MC ആണ്. എന്തായാലും വളരെ സന്തോഷമായിട്ട് ഇന്ന് ആ ഒരു MC ചെയ്ത ഷീന മേഡത്തിനും ഒരുപാട് നന്ദി പറയുന്നു. അതിലൊക്കെ ഉപരി ഞാൻ നന്ദി പറയുന്നത് ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആദ്യ അവസാനം വരെ എന്നെ കേൾക്കാനിരുന്ന എന്റെ പ്രിയപ്പെട്ട ഫിജി കാർഡ് പാർട്ട്നേഴ്സിനോടും എന്റെ പ്രിയപ്പെട്ട ഈ ബിസിനസ് അവസരം കേൾക്കാൻ വന്ന ഗസ്റ്റിനോടുമാണ്. ഒന്നുകൂടി പറഞ്ഞോളുകയാണ്, ഒരിക്കലും മിസ് ചെയ്യണ്ട. അവസരങ്ങൾ നമ്മളെ തേടി വരാറില്ല. അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ അത് 2 കൈയും നീട്ടി സ്വീകരിക്കുക, മുറുകെ പിടിക്കുക. നമുക്ക് ഒരുമിച്ച് പറക്കാം, മലേഷ്യയിലേക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും ഇന്ന് ഈ ഒരു അവസരം, ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവസരം തന്ന എന്റെ ഫിജി കാർഡ് കമ്പനിക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും ഈ ബിസിനസ് അവസരം കേട്ട എല്ലാവരും നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഫിജി കാർഡ് എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരുമിച്ച് നേടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ജയ് ഹിന്ദ്, ജയ് ഫിജി കാർഡ്. ഓക്കെ.